വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. മിസ്റ്റർ ഭാരത് ഡ്രാമയുടെ 21ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നാൻസിങ് അടുത്ത ദിവസം രാവിലെ ഉണർന്നപ്പോൾ അവളെ പുതപ്പിനുള്ളിൽ ചുരുട്ടിക്കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ എങ്ങനെ ഇങ്ങനെയായി എന്ന് ചിന്തിച്ച് ഷാവൂതി ഇരുന്നിടത്തേക്ക് നോക്കിയപ്പോൾ അവനെ അവിടെ കാണാനുണ്ടായിരുന്നില്ല. ഉറങ്ങുമ്പോൾ പുതപ്പ് ചവിട്ടിക്കളയുന്നത് അത്ര നല്ല ശീലമല്ല എന്നൊരു കുറിപ്പ് അവൻ അവിടെ എഴുതി വെച്ചിരുന്നു. മുമ്പൊരിക്കൽ ഉണർന്നപ്പോൾ ഇതുപോലെ പുതപ്പിച്ചിരുന്ന അവൾക്ക് അപ്പോൾ ഓർമ്മ വരുന്നു. അന്നും അവൻ തന്നെ ആയിരിക്കണം അങ്ങനെ ചെയ്തത് എന്ന് അവൾ ഊഹിക്കുന്നുണ്ട്. അവൾ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഫ്രഷായി നേരെ അവൻ്റെ മുറിയിലേക്ക് പോകുന്നു. ഡൈനിങ് ടേബിളിന് മുന്നിലായിരുന്നു അവനും ശിഷ്യനും. അപ്പോൾ കീരിയും പാമ്പും ഇരിക്കുന്നത് പോലെയാണ് രണ്ടുപേരുടെ ഇരിപ്പ്. ഇന്നലെ രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് രാവിലെ ഉണർന്നപ്പോൾ തന്നെ നല്ല വിശപ്പായിരുന്നു സീഷൻ പറയുന്നത് കേട്ട് ഷാവോദിയാണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയത്. സീഷൻ ശരിക്കും ഉറങ്ങിയില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ നാൻസിങ്ങിന് ചിരി വരുന്നുണ്ട്. അവൾ ഷാവോദിയുടെ അടുത്ത സീറ്റിൽ പോയി ഇരിക്കുന്നു. അവൻ അവൾക്ക് കുടിക്കാൻ പാലൊഴിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ ഈ വീക്കെൻഡിൽ അച്ഛനെ പോയി കണ്ടാലോ എന്ന് വിചാരിക്കുകയാണ്. നീ വരുന്നോന്ന് നാൻസിങ് അവനോട് ചോദിക്കുന്നു. അവനത് സമ്മതിക്കുന്നുണ്ട്. അവരുടെ പെരുമാറ്റം കണ്ട് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ എന്ന് സീഷൻ ചോദിക്കുന്നു. കഥാപാത്രത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഇങ്ങനെ അടുത്തിടപഴകി ട്രയൽ ചെയ്യുന്നത് നല്ലതാണെന്നും അവൻ പറയുന്നു. ഇത് അതിനുവേണ്ടിയല്ല എന്ന് പറഞ്ഞ് ഷാവോദി അവളെ ചേർത്ത് പിടിച്ചിട്ട് ഇതിൻ്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറയുന്നു. അവർ അങ്ങനെ ഒരു റിലേഷനിലാണെന്നത് സീഷനെ ശരിക്കും ഞെട്ടിക്കുന്നുണ്ട്. അവൻ്റെ ഇരിപ്പ് കണ്ട് ബോസ് കഴിച്ചിട്ട് വേഗം റെഡിയാക്കും, നമുക്ക് ഓഫീസിലേക്ക് പോകാൻ സമയമായി എന്ന് നാൻസിങ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അന്ന് ഓഫീസിൽ പുതിയ എഴുത്തുകാരുടെ നോവലുകൾ പ്രസിദ്ധീകരിക്കുന്നതിന് ആവശ്യമായി പബ്ലിസിറ്റി നൽകുന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനായി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് സീഷൻ അത്യാവശ്യമായി വായിച്ചു ചെയ്യേണ്ട 2 കോൺട്രാക്ട് ഫയലുകൾ നാൻസിങ് അവനെ ഏൽപ്പിക്കുന്നു. രാത്രിയിൽ നോക്കിയിട്ട് നാളത്തേക്ക് തരാമെന്ന് അവൻ പറഞ്ഞപ്പോൾ രാത്രിയിൽ ബോസിന് ടൈമില്ല, ഒരു പ്രൊഡ്യൂസറുമായി മീറ്റ് ചെയ്യാനുണ്ട് എന്ന് അവൾ ഓർമ്മിപ്പിക്കുന്നു. മുമ്പ് ഈ ഫയലുകളൊക്കെ നോക്കിയിരുന്നത് ആണെന്ന് അറിഞ്ഞപ്പോൾ അവൾ ഇതെല്ലാം സമയത്ത് തീർക്കുമായിരുന്നോ എന്നവൻ ചോദിക്കുന്നു. സമയത്തിന് മുന്നേ തീർക്കുമായിരുന്നു എന്ന് നാൻസിങ് അറിയിക്കുന്നു. എയോട് കാണിക്കുന്ന സമീപനം തീരെ പക്വതയില്ലാത്തതാണോ എന്നവൻ ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് പോകുന്നു. സീഷന് ചെറിയ കുറ്റബോധം തോന്നിനാൽ അവൻ അപ്പോൾ തന്നെ വിളിച്ച് ഉച്ച കഴിഞ്ഞ് ഫ്രീ ആകാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അവൾ സമ്മതിക്കുന്നതിനാൽ ഉച്ച കഴിഞ്ഞപ്പോൾ അവൻ അവളെ കൂട്ടിക്കൊണ്ട് വരാനായി അവരുടെ ഷോപ്പിലേക്ക് ചെല്ലുന്നു. അവിടെ നിന്ന് ഐസ് സ്കേറ്റിംഗ് ചെയ്യാനാണ് അവൻ അവളെ കൂട്ടിക്കൊണ്ട് പോയത്. എല്ലാ വർഷവും അവളുടെ ബർത്ത്ഡേക്ക് ഐസ് സ്കേറ്റിംഗ് ചെയ്യാൻ കൊണ്ടുപോകാമെന്ന് മുമ്പൊരിക്കൽ അവൻ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അതിന് കഴിയാതെ പോയതിന് അവൻ ക്ഷമ ചോദിക്കുന്നു. മാത്രമല്ല ഇത്രയും കാലം അവൾ ഒരു പരാതി പോലും പറയാതെ അവന് വേണ്ടി കഷ്ടപ്പെട്ടത് പലതും കാണാതെ പോയതിനും വേണ്ടത്ര പരിഗണന നൽകാതിരുന്നതിനും അച്ഛനെക്കുറിച്ച് അന്ന് ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ടതിനും ഒക്കെ അവൻ ക്ഷമ ചോദിക്കുന്നുണ്ട്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഷെയറെല്ലാം വാങ്ങിയത് കമ്പനി ഇനി ഇൻഡിപെൻഡൻ്റായി നിൽക്കുന്നതാണ് നല്ലത് എന്ന് തോന്നിയത് കൊണ്ടാണ്. നീ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട, അതൊക്കെ കുറച്ച് സമയത്തിനുള്ളിൽ ശരിയായിക്കോളും. ഇനിയെങ്കിലും നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞത് ആത്മാർത്ഥമായി തന്നെയാണ്. കമ്പനിയിലെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്നും അവൻ അവളോട് പറയുന്നു. നാൻസിങ്ങിൻ്റെ വീട്ടിൽ ഷാവോദിക്കൊപ്പമാണ് അവൻ കഴിയുന്നതെന്ന് അറിഞ്ഞപ്പോൾ മറ്റെവിടെയെങ്കിലും താമസം റെഡിയാക്കാം എന്ന് പറഞ്ഞെങ്കിലും അതിനുവേണ്ടിയല്ല ഞാൻ നിന്നെ ഇപ്പോൾ വിളിച്ചത്. അവിടെ താമസിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് സീഷൻ പറയുന്നു. എനിക്ക് ഐസ് സ്കേറ്റിംഗ് ചെയ്യാൻ അത്ര നന്നായി അറിയില്ല. സീഷൻ പക്ഷേ അതിൽ എക്സ്പേർട്ടാണ്. സ്കേറ്റിംഗ് ചെയ്യാൻ അവൻ അവളെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും കുറേ സമയം ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് മടങ്ങിയത്. പറഞ്ഞിരുന്ന പോലെ ആ വീക്കെൻഡിൽ നാൻസിങ് അമ്മയും ഷാവോദിയും കൂട്ടി അച്ഛനെയും സിയോജിനെയും അടക്കിയിരുന്ന സ്ഥലത്തേക്ക് പോകുന്നു. ഷാവോദി കറുത്ത ഡ്രസ്സൊക്കെ ധരിച്ചാണ് വന്നിരിക്കുന്നത്. നീ ഇത്രയ്ക്ക് ഫോർമൽ ആകേണ്ട ആവശ്യമൊന്നുമില്ല. അവർ പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞില്ലേ. ഞങ്ങളിപ്പോഴും വിഷമിച്ചിരുന്നാൽ അവർക്ക് സമാധാനം കിട്ടില്ല. അവർ ഞങ്ങളെ അന്വേഷിച്ച് വരും എന്ന് അമ്മ അവരോട് പറയുന്നുണ്ട്. നാൻസി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവർക്ക് മുന്നിൽ വെച്ച ശേഷം ഷാവോദിയുടെ കയ്യിൽ പിടിച്ച് ചേർന്ന് നിന്നിട്ട് ഇതെൻ്റെ ബോയ് ഫ്രണ്ടാണെന്ന് പരിചയപ്പെടുത്തുന്നു. അമ്മ അപ്പോഴാണ് അക്കാര്യം അറിയുന്നത്. അമ്മയും സർപ്രൈസ് ആകുന്നുണ്ട്. അപ്പോൾ നീ പേരൻസിനെ കാണാൻ വേണ്ടിയാണല്ലേ ഇവനെ കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് അമ്മ ചോദിക്കുന്നു. അമ്മയുടെ മുന്നിൽ വെച്ച് ഇപ്പോൾ പറയണമായിരുന്നു എന്ന് അവനും അവളോട് ചോദിക്കുന്നു. ഇതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് അവളൊരു ചിരിയോടെ പറയുന്നു. അവൻ കയ്യിലുണ്ടായിരുന്ന ബൊക്കെ മുന്നിൽ വെച്ച് അച്ഛനെ വണങ്ങുന്നു. ആദ്യമായി എഴുതിയ നോവൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന വിശേഷവും നാൻസിങ് അച്ഛനും സിയോജിനോടും പറയുന്നുണ്ട്. സിയോജിൻ അവനും വരയ്ക്കുകയും എഴുതുകയും ചെയ്യുന്ന ശീലമുണ്ടായിരുന്നതിനാൽ നാൻസിങ് നിന്നേക്കാൾ മിടുക്കിയാണെന്ന് അമ്മ അവനോട് പറയുന്നു. ഷാവോദിയും സിയോജിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അമ്മ നാൻസിങ്ങിൻ്റെ അടുത്തെത്തി നീ ഇതുവരെ എന്നോട് നിങ്ങളുടെ കാര്യം പറഞ്ഞില്ലല്ലോ, നിങ്ങൾക്കിടയിൽ എന്തോ നടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് പരാതി പറയുന്നു. ഇവരുടെ മുന്നിൽ വെച്ച് പറയാമെന്ന് കരുതിയാണ് ഇതുവരെ പറയാതിരുന്നതെന്ന് അവൾ പറയുന്നുണ്ട്. ഇടയ്ക്ക് നാൻസിങ് ടോയ്ലറ്റിൽ പോയതിനാൽ ഷാവോദിയും അമ്മയും കൂടി കുറച്ച് സമയം നിൽക്കുന്നു. നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് അമ്മ ആ സമയത്ത് അവനോട് ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്നാണ് അവൻ മറുപടി പറയുന്നത്. അമ്മ അതുകൊണ്ട് കുറച്ച് നിരാശയാകുന്നുണ്ട്. അപ്പോഴേക്കും നാൻസിങ് എത്തുന്നതിനാൽ കൂടുതൽ സംസാരിക്കാൻ കഴിയുന്നില്ല. അന്ന് വീട്ടിലെത്തിയപ്പോൾ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും സന്തോഷിക്കേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ട് എനിക്കതിന് കഴിയുന്നില്ല. നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവർ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് അമ്മ അവളോട് പറയുന്നു. അമ്മ എന്തിനാണ് അതിനെക്കുറിച്ചൊക്കെ അവനോട് ചോദിച്ചത് എന്ന് അവൾ ചോദിച്ചപ്പോൾ ഞാൻ നിൻ്റെ അമ്മയല്ലേ, എനിക്ക് ചോദിക്കാനുള്ള അവകാശമില്ലേ, ശരിക്കും എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് അമ്മ അവളോട് ചോദിക്കുന്നു. ഭാവിയെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നില്ല. ഭാവിയിൽ എന്ത് സംഭവിച്ചാലും ഇപ്പോൾ അവൻ്റെ ഒപ്പം ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അവൾ പറയുന്നു. നീ എന്തെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ടോ എന്ന് അമ്മ ചോദിച്ചപ്പോൾ ഇങ്ങനെ ചോദിക്കരുത്, ഞാൻ പറഞ്ഞാലും അമ്മ ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് അവൾ പറയുന്നു. വിശ്വസിക്കുമോ ഇല്ല എന്ന് പറഞ്ഞാലല്ലേ അറിയൂ, നീ എന്താണ് മറച്ചു വെക്കുന്നത്?
നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കൺഫ്യൂഷനായി നിന്നാൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക? എന്താണെങ്കിലും തുറന്നു പറയാൻ അമ്മ വീണ്ടും നിർബന്ധിക്കുന്നു. അവൾ മറുപടി പറയാൻ നിന്നപ്പോൾ ഞാൻ നിന്റെ സ്വന്തം അമ്മ അല്ലാത്തത് കൊണ്ടാണോ എന്നോട് പറയാത്തത് എന്ന് അമ്മ ചോദിക്കുന്നു. എൻ്റെ സ്വന്തം അമ്മയല്ല എന്ന് ആര് പറഞ്ഞു? എൻ്റെ സ്വന്തം അമ്മ തന്നെയാണ്, അതുകൊണ്ടൊന്നുമല്ല എന്ന് നാൻസിയും പറയുന്നു. പറയാൻ ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ അമ്മ അവിടെ നിന്ന് പോകുന്നു. അമ്മയ്ക്ക് പിണക്കമുണ്ടെന്ന് അറിയാമെങ്കിലും അവൾ തൽക്കാലം അതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അന്ന് രാത്രി ശാവതി ഉറക്കത്തിൽ ഷിയോജിനെ സ്വപ്നം കാണുന്നു. സിയോജിൻ ഒരു മുറിയിൽ കിടന്ന് ഒരു ബുക്കിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുകയാണ്. അവൻ വളരെ രസിച്ചിരുന്നാണ് അത് ചെയ്യുന്നത്. അപ്പോഴാണ് ഹോംവർക്ക് ചെയ്യാനായി നാൻസിയും വന്നിട്ടുണ്ട് എന്ന് അമ്മ വിളിച്ചു പറഞ്ഞത്. അവൻ വേഗം ചാടി ഇരുന്നിട്ട് ആ ബുക്കെടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് കസേരയിലിരിക്കുന്നു. ഹോംവർക്ക് ചെയ്യാൻ സഹായം ചോദിച്ചെന്ന് അവളെ അവൻ പക്ഷേ വേഗം തന്നെ പിടിച്ച് പുറത്താക്കുന്നു. അവളെ പുറത്താക്കി കഥ അടച്ചു കഴിഞ്ഞപ്പോൾ അവൻ നെഞ്ചിൽ കൈവച്ച് ആശ്വാസത്തോടെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഒളിപ്പിച്ച് വെച്ച് ആ ബുക്കെടുത്ത് വീണ്ടും എന്തോ എഴുതാൻ തുടങ്ങുന്നു. അത്രയും ആയപ്പോഴേക്കും ശാവതി സ്വപ്നത്തിൽ നിന്നുണരുന്നു. ഞാൻ എന്താണ് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത്? സിയോജിന് നാൻസിങ്ങിനെ ഇഷ്ടമായിരുന്നു എന്നാണല്ലോ തോന്നുന്നത്. അക്കാര്യം ഞാൻ അവളെ അറിയിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടാകുമോ എന്നൊക്കെ ചിന്തിച്ച് ഉറക്കം നഷ്ടപ്പെട്ട് അവൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സീഷൻ ഒരു കത്തിയും കൽപ്പിച്ച് ആരെയോ കൊല്ലാനും നടന്ന് നിൽക്കുന്നത് കണ്ടത്. പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് അവനൊന്ന് ഞെട്ടുന്നുണ്ട്. നീ എന്ത് ചെയ്യണമെന്ന് അവൻ പേടിയോടെ ചോദിക്കുന്നു. ഞാൻ നോവലിലുള്ള പ്ലോട്ട് നോക്കിയതെന്ന് പറഞ്ഞ് സീഷൻ മുന്നോട്ട് വന്നപ്പോൾ എൻ്റെ ഒരു സംശയത്തിന് മറുപടി പറഞ്ഞിട്ട് പോകാൻ ശാവതി പറയുന്നു. ഞാൻ ശരിക്കും ഒരു നോവൽ പ്ലോട്ട് നോക്കുകയാണ് എന്ന് പറഞ്ഞ് അവൻ മൈൻഡ് ചെയ്ത് പോയപ്പോൾ ശാവതി എന്ന് അവനെ പിടിച്ചെടുത്തിട്ട് നോവൽ പ്ലോട്ട് ആലോചിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം, ഇപ്പോൾ നീ ഇതിനുള്ള ഉത്തരം പറയണമെന്ന് അവൻ പറയുന്നു. എന്താണെന്ന് വെച്ചാൽ ചോദിക്കാൻ സീഷൻ പറഞ്ഞപ്പോൾ നിനക്ക് ഇപ്പോഴും ഇഷ്ടമാണോ എന്ന് അവൻ ചോദിക്കുന്നു. നീട്ടിയുള്ള ഒരു ദീർഘനിശ്വാസമായിരുന്നു അതിൻ്റെ മറുപടി. ഉത്തരം മനസ്സിലായ ശാവതി ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് എന്ന് വിചാരിക്കുക എന്ന് പറയുന്നു. ഉടനെ സീഷൻ ഞങ്ങൾ എങ്ങനെ ഒരുമിക്കാനാണ്, അതിനെന്തെങ്കിലും കാരണം വേണ്ടേ എന്ന് ഇടയ്ക്ക് കയറി ചോദിക്കുന്നു. വെറുതെ സങ്കല്പിക്കുന്നതിന് എന്ത് കാരണമാണ് വേണ്ടതെന്ന് ശാവതി ചോദിച്ചപ്പോൾ സങ്കല്പമാണെങ്കിലും അതിനൊരു ലോജിക്ക് വേണ്ടതെന്ന് പറഞ്ഞ് അവൻ തത്വം പറയാൻ തുടങ്ങുന്നു. നീ ആദ്യം വെറുതെ ഒന്ന് സങ്കല്പിക്കുക, ബാക്കി പിന്നെ ആലോചിക്കാമെന്ന് ശാവതി വീണ്ടും പറയുന്നു. സീഷൻ സമ്മതിച്ചെങ്കിലും അവൻ ബാക്കി പറയാൻ തുടങ്ങിയപ്പോൾ തടയുന്നു. ഇനി എന്താണെന്ന് ശാവതി അസ്വസ്ഥയോടെ ചോദിക്കുന്നു. ഒരു 10-15 സെക്കൻഡ് എടുത്താണ് എയുമായി ഒരുമിച്ചത് സീഷനും സങ്കല്പിച്ചെടുത്തത്. അത് കഴിഞ്ഞപ്പോൾ ബാക്കി പറഞ്ഞോളാൻ അവൻ പറയുന്നു. ദേഷ്യം കൊണ്ട് ശാവതിക്ക് നിയന്ത്രണം തരുന്നുണ്ടെങ്കിലും അവൻ സ്വയം കൺട്രോൾ ചെയ്ത് എന്താണ് സങ്കല്പിക്കേണ്ടതെന്ന് വിവരിക്കുന്നു. നീ ഇപ്പോൾ എയുമായി ഒരുമിച്ചു എന്ന് വിചാരിക്കുക. അതിനിടയ്ക്കാണ് അവൾക്ക് ചെറുപ്പത്തിൽ ഇഷ്ടമുണ്ടായിരുന്ന ഒരാൾക്ക് തിരിച്ച് അവളോട് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് നീ അറിയുന്നത്. അക്കാര്യം നീ അവളോട് തുറന്നു പറയുമെന്ന് ശാവതി ചോദിക്കുന്നു. പറയുമെന്ന് സീഷൻ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോൾ നീ ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാവുകയാണെങ്കിലും പറയുമോ എന്നവൻ വീണ്ടും ചോദിക്കുന്നു. പറയും, ഇല്ലെങ്കിൽ എനിക്കത് അറിയാമായിരുന്നു എന്ന് അവൾ പിന്നീട് എപ്പോഴെങ്കിലും അറിഞ്ഞാൽ അവൾ തന്നെ ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകും എന്ന് കയ്യിലിരുന്ന കത്തി കാണിച്ചുകൊണ്ട് സീഷൻ പറയുന്നു. നിന്നോട് ചോദിച്ചിട്ടൊരു കാര്യവുമില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞ് ശാവതി തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ നീ എനിക്ക് നോവൽ പ്ലോട്ട് ചെയ്യാൻ സഹായിക്കാമെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് സഹായിക്കാതെ പോവുകയാണെന്ന് സീഷൻ ചോദിക്കുന്നു. എന്താണ് പ്ലോട്ടെന്ന് ശാവതി ചോദിച്ചപ്പോൾ സീക്രട്ട് റൂം മർഡർ കേസാണ്, ആയുധം കത്തിയായിരിക്കണം എന്ന് സീഷൻ പറയുന്നു. കത്തി ഉപയോഗിച്ചാണെങ്കിൽ എനിക്കറിയില്ല, ഞാനാണെങ്കിൽ വിഷമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് കയറി പോകുന്നു. വിഷമാണെങ്കിലും കുഴപ്പമില്ല, അത് നല്ല ഐഡിയ ആണെന്ന് പറഞ്ഞ് സീഷൻ പുറകിൽ നിന്ന് നന്ദി പറയുന്നുണ്ട്. സ്വപ്നം കണ്ടവരും നാൻസിങ്ങോട് പറയണോ വേണ്ടേ എന്നാലോചിച്ച് ശാവതി ആകെ കൺഫ്യൂഷനാകുന്നു. ഫെയർ പറഞ്ഞ മിഷൻ ഇതായിരിക്കുമോ, അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകുമോ എന്നൊക്കെ അവൻ ചിന്തിക്കുന്നുണ്ട്. വെറും ഒരു സ്വപ്നമല്ലേ, തൽക്കാലം കൂടുതൽ ആലോചിച്ച് തലപോക്കേണ്ടെന്ന് അവസാനം അവൻ തീരുമാനിക്കുന്നു. നാൻസി അന്ന് രാവിലെ അമ്മയെ ഫേസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മ ജോലിക്ക് പോകാൻ റെഡി ഇറങ്ങിയപ്പോൾ അവളെയും വിളിച്ചെങ്കിലും ഞാൻ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞില്ല എന്ന് അവൾ കള്ളം പറയുന്നു. ഇന്നലെ രാത്രി ചോദിച്ചതൊക്കെ വീണ്ടും അമ്മ ചോദിച്ചാലെന്ന് കരുതിയാണ് അവൾ അമ്മയെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ ഇന്നലെ ചോദിച്ചതിനെക്കുറിച്ച് ശരിക്കും ആലോചിക്കാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് അമ്മ പോയത്. അമ്മ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ശാവതി അവൻ്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞതല്ലാതെ അമ്മ കൂടുതലൊന്നും പറയാതെ പോകുന്നു. അമ്മ പോയി കഴിഞ്ഞപ്പോൾ ശാവതി കോളിംഗ് ബെൽ അടിക്കുന്നു. അമ്മ തിരികെ വന്നായിരിക്കുമെന്ന് കരുതിയാണ് നാൻസിങ് പോയി വാതിൽ തുറന്നത്. അവൻ ബ്രേക്ക്ഫാസ്റ്റായി വന്നതാണ് എന്നറിഞ്ഞപ്പോൾ അവൾ അവനെ അകത്തേക്ക് കയറ്റുന്നു. അകത്തിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ തലേദിവസം ഫ്യൂച്ചറിനെ കുറിച്ച് ചോദിച്ച കാര്യം അവൻ അവളോട് പറയുന്നു. ഞാൻ കൃത്യമായി മറുപടി പറയാത്തത് കൊണ്ട് ആൻറ്റി നിരാശയാണെന്ന് തോന്നുന്നു എന്നും അവൻ അവളോട് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് നമ്മളെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൾ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ ലോകത്ത് തന്നെ ജനിച്ചു വളർന്നായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, എങ്കിൽ ഞാൻ നിന്റെ ഫസ്റ്റ് ലവ് ആയതിനെ എന്നവൻ അപ്പോൾ പറയുന്നു. ഫസ്റ്റ് ലവ് ആകാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് നിന്റെ ഫസ്റ്റ് കിസ്സാക്കാൻ കഴിഞ്ഞല്ലോ എന്നും അവൻ പറയുന്നുണ്ട്. അവൾക്കത് കേട്ടപ്പോൾ ചിരി വരുന്നു. ഫസ്റ്റ് ലവ് ആയതുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഞാൻ നിന്റെ ഫസ്റ്റ് മാരേജ് ആകും എന്നവൻ പറയുന്നു. നിനക്കെന്നെ വിവാഹം കഴിയാൻ ആഗ്രഹമുണ്ടോ എന്ന് നാൻസിങ് ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ നിന്റെ ഫസ്റ്റ് ലവ് ആകാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്റെ ഫസ്റ്റ് മാരേജ് ആകും എന്നവൻ വീണ്ടും പറയുന്നു. നാൻസിങ് ശരിക്കും ഹാപ്പിയാകുന്നുണ്ട്. അന്ന് ഓഫീസിലെത്തിയപ്പോഴും അവൾ അതേ സന്തോഷത്തിൽ തന്നെയായിരുന്നു. നേരത്തെ വരച്ചൊട്ടിച്ചു വെച്ചിരുന്ന ചിത്രങ്ങളുടെ കൂടെ പുതിയൊരു ചിത്രം കൂടി അവൾ വരച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോഴാണ് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് ചീഫും ജിയോയും കൂടി ഒരു കേക്കുമായി അവിടേക്ക് വന്നത്. ഇന്ന് ആരുടെ ബർത്ത്ഡേ ആണെന്ന് നാൻസിങ് ആകാംക്ഷയോട് ചോദിക്കുന്നു. പുതിയ എഴുത്തുകാരുടെ നോവലുകൾ ഓൺലൈനായി പബ്ലിഷ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിരിക്കുന്നത് അവൾ എഴുതിയ നോവലാണ്. അതിന് സന്തോഷം ആഘോഷിക്കാൻ വേണ്ടിയാണ് അവർ കേക്കുമായി വന്നത്. നാൻസിങ് അപ്പോഴാണ് അക്കാര്യം അറിയുന്നത്. നീ പോപ്പുലർ ആവാൻ പോവുകയാണ് എന്നാണ് തോന്നുന്നത് എന്ന് ജിയ അവളോട് പറയുന്നുണ്ട്. എല്ലാവരും കൂടി കേക്ക് മുറിച്ച് സന്തോഷം ആഘോഷിക്കുന്നു. അപ്പോഴേക്കും സീഷനും അവിടെ ഇരുന്നു. ഷാമ്പയിൻ കൂടി കുടിച്ച് ആഘോഷിക്കാൻ അവനൊരു ഷാമ്പയിൻ അവർക്ക് നൽകുന്നുണ്ട്. എല്ലാവരും കേക്ക് മുറിക്കുകയും സെൽഫി എടുക്കുകയും ചെയ്യുന്ന തിരക്കിലായപ്പോൾ സീഷൻ എയുടെ ഒഴിഞ്ഞ ഓഫീസിലേക്ക് വിഷമത്തോടെ നോക്കുന്നുണ്ട്.
നാൻസിങ് അവനെ കൂടി വിളിച്ചു നിർത്തി ഫോട്ടോ എടുക്കുന്നു. ആഘോഷം കഴിഞ്ഞ് ഫ്രീ ആയപ്പോൾ നാൻസിങ് ഫോട്ടോസും നോവൽ ഒഫീഷ്യലായി ഓൺലൈനിൽ പബ്ലിഷ് ചെയ്ത വിവരവും പോസിറ്റീവ് റെസ്പോൺസും ഒക്കെ എയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. സ്വന്തം കഴിവിൽ എനിക്ക് പോലും വിശ്വാസമില്ലാത്ത സമയത്ത് എന്നെ വിശ്വസിച്ചതെന്ന് തിരഞ്ഞെടുത്തതിനും അവൾ എയ്ക്ക് നന്ദി അറിയിക്കുന്നു. ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സീഷൻ എന്തോ മെസ്സേജ് അയക്കുന്നു. സീഷൻ നാൻസിങ്ങിൻ്റെ നോവലിന് താഴെ വന്ന കമൻറ്റുകൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എയുടെ മെസ്സേജ് വന്നത്. നീ അന്ന് തിരഞ്ഞെടുത്ത വഴിയിലൂടെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് അവൾ മെസ്സേജ് അയച്ചത്. സീഷൻ്റെ ആദ്യ നോവൽ പോപ്പുലറായപ്പോൾ അവനൊരു അവാർഡ് കിട്ടിയിരുന്നു. അന്ന് അവനേക്കാൾ കൂടുതൽ സന്തോഷിച്ചത് എയാണ്. വിജയം ആഘോഷിക്കുന്ന എന്നവർ ഒരു ഗെയിം സ്റ്റേഷനിൽ പോയിരുന്നു. ഇങ്ങനൊരു അവാർഡ് കിട്ടിയതുകൊണ്ട് പബ്ലിഷേഴ്സ് ഇനി അവനുമായി കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ പഴയ പോലെ മടിക്കില്ല എന്നവൾ പറയുന്നു. അവളും അത്യാവശ്യം നന്നായി എഴുതുന്ന കൂട്ടത്തിലായതുകൊണ്ട് അതുമായി മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് അവൻ പറഞ്ഞപ്പോൾ, എഴുതാറുണ്ടെങ്കിലും എനിക്ക് കൂടുതൽ സന്തോഷം നൽകുന്നത് നീ പ്രശസ്തനായ ഒരു എഴുത്തുകാരനെ കാണുമ്പോഴാണ്. എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ എന്തെങ്കിലും ജോലി കണ്ടെത്തി നിന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാകും എന്നവൾ അപ്പോൾ പറയുന്നുണ്ട്. സന്തോഷം സഹിക്കുക ചെയ്യാതെ അവനെ കെട്ടിപ്പിടിക്കുന്നുമുണ്ട്. അതിനുശേഷം അവൾ ഒരു ഡോൾ മെഷീനിൽ നിന്ന് പാവ എടുക്കാനായി പോയപ്പോൾ അവൻ കൂടെ ചെന്നിട്ട് അത്ര അട്രാക്റ്റീവ് അല്ലാത്ത വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോബ് ഏറ്റെടുക്കാൻ നീ തയ്യാറാണെന്ന് അവളോട് ചോദിക്കുന്നു. ആ ഡോൾ മെഷീനിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കിങ്കോങ് പാവ ഉണ്ടായിരുന്നു. 3 തവണ ട്രൈ ചെയ്യുമ്പോൾ അത് എടുക്കാൻ കഴിഞ്ഞാൽ ജോലി ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്നും അവൻ അവളോട് പറയുന്നു. അതെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അവൾ പറഞ്ഞെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അവൻ ശ്രമിക്കുന്നു. പക്ഷേ 3 തവണ ശ്രമിച്ചിട്ടും അവനത് എടുക്കാൻ കഴിയുന്നില്ല. അതിനുശേഷമാണ് എന്ത് ജോലിയാണെന്ന് അവൾ ചോദിച്ചത്. ഞാൻ തിരികെ വീട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റേതായ ഒരു കമ്പനി തുടങ്ങാൻ പോവുകയാണ്. പബ്ലിഷിങ്ങും ലിറ്ററേച്ചർ പ്ലാറ്റ്ഫോമുമാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എന്നെപ്പോലെ കഴിവുള്ള പുതിയ എഴുത്തുകാരെ കണ്ടെത്തണം. നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ കഴിയുമോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സാലറി തീരെ ഉണ്ടാക്കാൻ സാധ്യതയില്ല. വളരെയധികം ചലഞ്ചിങ്ങുമാണ്. ബെറ്റ് വെച്ചതുപോലെ ഇതെടുക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ട് ഇത് വിട്ടേക്കെന്ന് പറഞ്ഞ് അവൻ പോകാൻ തുടങ്ങിയപ്പോൾ അവൾ അവനെ പിടിച്ചു നിർത്തി ഒരു തവണ കൂടി ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഇത്തവണ അവൾ ട്രൈ ചെയ്ത് നോക്കുന്നു. അവളത് എടുക്കുന്നുമുണ്ട്. അങ്ങനെയാണ് അവർ ഒരുമിച്ച് കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചത്. രണ്ടുപേരും ഇപ്പോൾ ആ പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും ഒരിക്കൽ കൂടി ഓർത്തതാണ്. നോവൽ ഹിറ്റായി ഒരു ഷാവോദിയും അറിയുന്നു. സന്തോഷം ആഘോഷിക്കാൻ വൈകിട്ട് ഒരുമിച്ച് ഡിന്നറിന് പോകാം എന്നവൻ അപ്പോൾ തന്നെ നാൻസിങ്ങിനെ അറിയിക്കുന്നു. നെഗറ്റീവ് കമൻസിന് റിപ്ലൈ കൊടുക്കാനായി അവൻ സ്വന്തമായി ഒരു ഐഡിയ ഉണ്ടാക്കുന്നുമുണ്ട്. നാൻസിങ് വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് അവൻ പറഞ്ഞ ഹോട്ടലിലേക്ക് എത്തുന്നു. അവൾ ചെല്ലുമ്പോൾ ടേബിളിൽ ഭക്ഷണമൊക്കെ എത്തിയിരുന്നു. പക്ഷേ അവനെ അവിടെ കാണാനുണ്ടായിരുന്നില്ല. അവൾ അവൻ്റെ ഫോണിലേക്ക് വിളിച്ച് നോക്കിയപ്പോൾ മേശയുടെ അടിയിൽ നിന്ന് റിങ് കേൾക്കുന്നതിനാൽ അങ്ങോട്ടേക്ക് നോക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ അതിൻ്റെ അടിയിൽ നിന്ന് 2 പ്ലക്കാർഡുകൾ കൈ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് അവളുടെ നോവൽ ഹിറ്റായതിന് അവർക്ക് ജയ് വിളിക്കാൻ തുടങ്ങുന്നു. റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്ന കുറേ പേരും അവനോടൊപ്പം കൂടുന്നുണ്ട്. നാൻസിങ് നാണക്കേട് സഹിക്കുകയാതെ മേശക്കടിയിലേക്ക് മുഖം ഒളിപ്പിക്കാൻ തുടങ്ങുന്നു. വേഗം ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ നീയുമായി ബ്രേക്കപ്പ് ആകുമെന്ന് അവൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അവൻ നിർത്തിയത്. നമ്മുടെ വിജയം ആഘോഷിക്കാൻ വേണ്ടി ചെയ്തതല്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് അവൻ ചോദിക്കുന്നു. ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് അവൾ പറയുന്നുണ്ട്. അവൾ ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും അവൻ ഫോണിൽ നോവലിന് താഴെയുള്ള ഹീറോയെ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ വായിക്കുന്ന തിരക്കിലായിരുന്നു. നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു നോവൽ എഴുതാൻ എനിക്ക് ഒരിക്കലും കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് നിന്നോടാണെന്ന് നാൻസിങ് ഇടയ്ക്ക് പറയുന്നു. ഇടയ്ക്ക് അവളുടെ കയ്യിലെന്തോ കറി വീഴുന്നതിനാൽ അവളത് കഴുകാനായി ബാത്റൂമിലേക്ക് പോകുന്നു. ആ സമയത്ത് മറ്റൊരു ടേബിളിൽ ബാർബിക്ക് റെഡിയാക്കാനായി കത്തിച്ച തീ കണ്ട് അവൾ തളർന്നു വീഴാൻ തുടങ്ങുന്നു. അവൾ അവനെ വിളിച്ച് കരയുന്നുണ്ട്. അവൻ വേഗം അവളുടെ അടുത്തെത്തി അവളെ താങ്ങി പിടിച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി സമാധാനിപ്പിക്കുന്നു. അവൾ നോർമലായപ്പോൾ നിനക്ക് നേരത്തെ ഇത്രയ്ക്ക് പ്രശ്നമില്ലായിരുന്നില്ല, ഇപ്പോൾ എന്ത് പറ്റി ഇങ്ങനെ സീരിയസ് ആകാൻ? ഞാനിവിടെ നിന്ന് പോകുമെന്നുള്ള ചിന്ത കാരണമാണോ എന്നവൻ ചോദിക്കുന്നു. അതൊന്നുമല്ല, അല്ലാതെ തന്നെ ഞാൻ വലിയ പ്രശ്നത്തിലാണ്. മിസ്സെ റിസൈൻ ചെയ്തോടെ ഒരുപാട് ജോലിഭാരം കൂടി. അതിനിടയിൽ നോവൽ എഴുത്തും അതൊന്നും പറയാനായിട്ട് 2-3 ദിവസമായി അമ്മയും ചെറിയ പിണക്കത്തിലാണ് എന്ന് അവൾ പറയുന്നു. അമ്മ എന്താണ് പിണങ്ങിയതെന്ന് അവൻ ചോദിച്ചപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ പ്ലാനെ കുറിച്ച് അമ്മ എന്നോട് ചോദിച്ചിരുന്നു. പക്ഷേ ശരിക്കും നീ ആരാണെന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ വ്യക്തമായ മറുപടി നൽകിയില്ല. അത് കാരണം അമ്മ ചെറിയ പിണക്കത്തിലാണെന്ന് അവൾ പറയുന്നു. ആൻറ്റിക്ക് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നത്. പറ്റിയൊരു സമയം കണ്ടെത്തി ഞാൻ തന്നെ ആൻറ്റിയോട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കുന്നു. നാൻസിയെ സംബന്ധിച്ച് സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിക്കുന്നു. നിന്റെ അസുഖം ഭേദമാകാൻ ഉറപ്പായി ഞാൻ എന്തെങ്കിലും വഴി കണ്ടെത്തുമെന്ന് അവൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ മനസ്സിൽ വിചാരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ഫാമിലിയിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഗായത്രിക്കും അമീന ആമിനയ്ക്കും കൊറിയൻ മല്ലൂസ് ഫാമിലിയുടെ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഉറപ്പായും അറിയിക്കണം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.